കാർഡിന്റെ കോപ്പികൾ രേഖയായി നൽകിയാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയം അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജിൽ പ്രവർത്തനോദ്ഘാടനവും കെമിസ്ട്രി വിഭാഗത്തിൽ ഏർപ്പെടുത്തിയ എൻഡോൺമെന്റ് അവാർഡുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ പാലാ സെന്റ് തോമസ് കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കരകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ റേഡിയോ സ്ഥാപിച്ചു. ഓൾ ഇന്ത്യ റേഡിയോ അവതാരകൻ തുളസീദാസ് പരമേശ്വർ ഉദ്ഘാടനം ചെയ്തു. കെ റേഡിയോയുടെ ലോഗോ പ്രകാശനവും കുട്ടികളുടെ റേഡിയോ പ്രോഗ്രാമും ചടങ്ങിൽ നടന്നു. കൊല്ലത്ത് കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ വയോധികൻ അറസ്റ്റിൽ. തെന്മല സ്വദേശി ലക്ഷ്മണനാണ് അറസ്റ്റിലായത്. തെന്മല SI പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂരിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും 23 കേരള ബറ്റാലിയൻ NCCയുടെ നേതൃത്വത്തിൽ റാലിയും നടത്തി. ആരോഗ്യകരമായ ഹരിതഗ്രഹത്തിനും സാമ്പത്തിക പരിരക്ഷയ്ക്കും ഊന്നൽ നൽകി പീരീഡ് ഫ്രണ്ടിലെ കൈകോർത്തു. കരുണം ഫൗണ്ടേഷന്റെയും വേലുപാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെയും NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന് പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ EM റൂബി നേതൃത്വം നൽകി. തൃശൂർ മണ്ണുത്തിയിൽ ലോഹിത്ദാസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ശില്പശാല നടത്തി. കുട്ടികളിലെ അഭിനയ അഭിരുചി പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല നടത്തിയത്. ചലച്ചിത്ര സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരി ചോല സർവീസ് റോഡിൽ ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടു. കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ചരക്ക് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കടലിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. രക്ഷിച്ചത് മുനമ്പം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയവരെ. തൊഴിലാളികൾ കുടുങ്ങിയത് ബോട്ടിന്റെ എഞ്ചിൻ തകരാറിലായതോടെ. അശാസ്ത്രീയമായ ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാൻ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ നയിക്കുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് PC ജോർജ്. മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച കമ്മിറ്റിയുടെ ആഘാത പഠന റിപ്പോർട്ട് പുറത്തുവിടാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ഡാം സുരക്ഷിതമാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരായി പിണറായി സർക്കാർ മാറണമെന്നും PC ജോർജ്. തൃശൂർ ചാലക്കുടി കൂടപ്പുഴയിൽ വാഹനാപകടത്തിൽ വ്യാപാരി മരിച്ചു. മരിച്ചത് എലിഞ്ഞിപ്ര ചെറപ്പണത്ത് ഫ്രാൻസിസ്. അപകടം ഫ്രാൻസിസ് സഞ്ചരിച്ച വാഹനം മറ്റൊരു ബൈക്കിലിടിച്ചു.